കാട്ടുപന്നികളെ കൊല്ലുന്നതിന് അടിയന്തരമായി ലൈസൻസ് ഷൂട്ടർമാരെ നിയമിക്കണമെന്ന വനംവകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രന്റെ നിർദ്ദേശം തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടാണെന്ന് കെ.പി.സി.സി സെക്രട്ടറി എം.എൻ. ഗോപി. 10 വർഷമായി ജനം ആവശ്യപ്പെട്ടിട്ടും നടപ്പിലാക്കാത്ത കാര്യം ഇപ്പോൾ നടപ്പിലാക്കുന്നു എന്ന് പറയുന്നത് ഇരട്ടത്താപ്പാണ്. ഇടുക്കിയിൽ തോക്ക് ലൈസൻസ് പുതുക്കി നൽകുന്നില്ല. ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് മന്ത്രിയുടെ പ്രഖ്യാപനമെന്നും എം.എൻ. ഗോപി പറഞ്ഞു. അടുത്തിടെ കേരളത്തിലെ വനംവകുപ്പ് മന്ത്രി കാട്ടുപന്നികളെ കൊല്ലുന്നതിന് വേണ്ടി അടിയന്തരമായി ഷൂട്ടർമാരെ നിയമിക്കണം എന്ന്, അത് ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും പണം കൊടുക്കുമെന്നും പ്രഖ്യാപനമുണ്ടായി. കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ ജില്ലയിലെ മുഴുവൻ കർഷകരും ആവശ്യപ്പെടുന്ന കാര്യമാണ്. കാട്ടുപന്നിയുടെ ആക്രമണം മൂലം ആളുകൾക്ക് പരിക്ക് പറ്റുന്നു, കൃഷിനാശം ഉണ്ടാവുന്നു. നമ്മുടെ സാമ്പത്തിക കാർഷിക മേഖല വലിയ തകർച്ചയെ നേരിടുന്നത് കാട്ടുപന്നി ഒരു ഘടകമാണ്. 10 വർഷക്കാലമായി ആവശ്യപ്പെട്ടിട്ട് ഇതുവരെ അങ്ങനെ ഒരു ആവശ്യം അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പായപ്പോൾ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിന്ന് കണ്ടുകൊണ്ട് ഇടുക്കി ജില്ലയിൽ ഇപ്പോൾ തോക്ക് ലൈസൻസ് ഒന്നും കൊടുക്കുന്നില്ല. അടിയന്തരമായി ഷൂട്ടർമാരെ നിയമിക്കണം എന്ന് പറയുമ്പോൾ തോക്ക് ലൈസൻസ് കൊടുക്കാത്ത ഒരു പ്രദേശത്ത് എങ്ങനെയാണ് ഷൂട്ടർമാരെ നിയമിക്കുന്നത് എന്നുകൂടി മന്ത്രി വ്യക്തമാക്കണം. ഈ കാര്യത്തിൽ ഇരട്ടത്താപ്പ് നയമാണ്. തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടിട്ടുള്ള ഈ പ്രഖ്യാപനം കർഷകരോടുള്ള കടുത്ത വഞ്ചനയാണ്.